അപ്പോൾ പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്യുന്നതും പറയുന്നതും ഒക്കെ വാസുവണ്ണനാണ്. സോ വാസുവണ്ണൻ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ച്. ഇതാ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ചേട്ടന്മാരിവിടെ കുറച്ച് ദിവസം ബ്രേക്ക് നമ്മളങ്ങനെ ഇവിടെ ആർക്കും നമ്മളങ്ങനെ ബ്രേക്കോ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. പിന്നെ എക്സാം അതുപോലത്തെ എന്തെങ്കിലും കാര്യം വന്നാൽ മാത്രമാണ് നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നത്. അല്ലാതെ ബ്രേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അധികം അതിൻ്റെ അറിയാമല്ലോ അത്. കാരണം എല്ലാവരും ബ്രേക്ക് എടുക്കാമെന്ന് ആ ഒരു കാര്യം കയറുമ്പോൾ ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ബ്രേക്ക് എടുത്തൊരു കാരണം കൊണ്ട് ഒരാൾ നമ്മുടെ ടീമിൽ നിന്ന് എലിമിനേറ്റ് ആയി പുറത്തിരിക്കുകയായിരുന്നു. ആൻഡ് നമ്മളെ ദാമുവിനെ എഗ്ഗൈ വീണ്ടും ബ്രേക്കൊക്കെ കഴിഞ്ഞ ആൾ സിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആളെ നമ്മൾ വീണ്ടും നമ്മളെ കുടുംബത്തിലോട്ട് വെൽക്കം ചെയ്യാണ്. ദാമു പി പി വെൽക്കം ടു ദ സ്റ്റേജ്. ആളിവിടെ ഉണ്ടെന്നങ്ങ് വിചാരിച്ചു നിങ്ങൾ. ആളിവിടെ എന്റെ അടുത്ത് ഇൻവിസിബിൾ ആണ്. ആള് ഇൻവിസിബിൾ ആണ്, എന്റെ അടുത്ത് നിൽപ്പുണ്ടെന്ന് തന്നെ വിചാരിച്ചോ. അപ്പോ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ ഇനി ബ്രേക്കിന്റെ കാര്യം എക്സാം പിന്നെ എന്തേലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തേലും പറയായിരിക്കും. അപ്പോൾ ദാമുച്ചേട്ടൻ നമ്മളെ കുടുംബത്തിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ആൻഡ് എല്ലാവരും ദാമുച്ചേട്ടൻ വരുമ്പോഴത്തേക്കും അളിയനെ അതെ വെക്കേഷൻ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. വെക്കേഷനെ കുറിച്ച് 2 വാക്ക് പറ. നല്ലൊരു വെക്കേഷൻ ആയിരുന്നു. ഇന്നെ എടുക്കണ്ട കള്ള നിനക്കിതൊരു സ്വീകരണം കിട്ടിയില്ലെന്ന് പറഞ്ഞ രണ്ടാമത്തെ. അപ്പൊ നമ്മള് ദാമു വെൽക്കം ബാക്ക്. അപ്പൊ ഇനി വെക്കേഷന് അങ്ങനെ നമ്മള് ഇവിടെ ആരെയും തൽക്കാലത്തേക്ക് ആരെയും വെക്കേഷൻ വിടുന്നില്ല. നമ്മള് വെക്കേഷൻ പോണെങ്കിൽ മുൻകൂട്ടി ഒരു വർഷം മുന്നെങ്കിലും പറഞ്ഞേക്കണം അല്ലെങ്കിൽ വെക്കേഷന് പോകേണ്ടത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ മെയിൻ ഇന്നത്തെ ഒരു കാര്യം മെയിനായിട്ട് പറയാൻ വന്നത്. പിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ച ഒരു റേഡിയോയിലൊരു മിനിമം 15 പേരാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇന്ന് ഇവിടെ വരാത്ത മാർക്കുള്ളത് ഞാൻ എന്തായാലും കൊടുക്കും, എന്തായാലും ഞാൻ കൊടുക്കും. പിന്നെ ഇവിടെ മറ്റേ ഇന്ന് ബുധനാഴ്ച ഇവിടെ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിരിക്കാം കേട്ടാ കെവിനെ പട്ടി. അല്ല നിനക്ക് മാത്രം പ്രത്യേകിച്ച് റൂളൊന്നുമില്ല കെവിനെ. ചന്ദ്ര ആളെ ഇല്ല ഇവിടെ. ആളില്ല ഞാൻ ഇവിടെ മീറ്റിങ്ങിനൊക്കെ വന്നു തന്നത് മറ്റേ ഒരു പ്രതിമയെ പോലെ വന്നിരിക്കുവാണ്. ഞാൻ ഇങ്ങനെ ആളുണ്ട്. ഇതൊക്കെ ഭയങ്കര ശോകം, ഭയങ്കര ശോകം. ചന്ദ്രൻ കൊന്നിട്ടാൻ പിന്നെ ഞാൻ ഇരുത്തി അധികം വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇവിടെ നിന്ന് പോയവന്മാരൊക്കെ നക്കി വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളെ മൂഞ്ചിക്കാനും നമ്മളെ മറ്റേ അറിയാല്ല അതാക്കാനും പറയണോടാ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മള് സിറ്റിന്ന് പണ്ട് ദൈവത്തിന് തെറി പിടിച്ച് പോയവന്മാരും നമ്മളെ മൂഞ്ചിക്കാൻ നോക്കി പറയാറ്. അങ്ങനെ കുറെ എണ്ണം മറ്റേ പല കുടുംബത്തിൽ നിന്നും പേരെടുത്ത് പറയാനാണെങ്കിൽ ആദ്യം വന്ന പുലിക്കണ്ടി ചാർലി വന്നിട്ടുണ്ട് സിറ്റിയില്. പുലിക്കണ്ടി ചാർലി സിറ്റി വന്നിട്ടുണ്ട്. വന്നപ്പോ തന്നെ ആള് പിള്ളേരൊക്കെ വാടകയ്ക്ക് എടുത്തോണ്ട് ആണ് വന്നേക്കണേ. അപ്പൊ പുള്ളിക്കാരെ വന്നിട്ട് വലിയ മെസ്സ് വേഗം കടിക്ക് മൈൻഡ് ആക്കണ്ട. നമുക്കിവിടെ ചെയ്യാനായിട്ട് ഞാൻ 100 പ്രാവശ്യം പറയുന്നതാണ്, അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്കിവിടെ ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് ഒരു കാര്യം മാത്രം എല്ലാവരും ചെയ്യാൻ വരുന്ന പോലെ നമ്മൾ സിറ്റി പറഞ്ഞു അടിക്കാൻ വേണ്ടി മാത്രം എല്ലാ കുടുംബങ്ങളിൽ നിന്നും വരുന്ന പോലെയല്ല നമുക്ക് വേറെ പല കാര്യങ്ങളുണ്ട്. എല്ലാ കുടുംബങ്ങളിലും പറയണല്ല, ചെയ്യുന്നവന്മാരാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അതിനുവേണ്ടി മാത്രം വരുന്നവന്മാരുണ്ട്. പക്ഷെ നമുക്ക് വേറെ പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഏണിയോ കാര്യങ്ങൾ വരണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതൊരു വേറെ വിഷയമുള്ള കാര്യമല്ല. പക്ഷെ അത് മാത്രം ആയിപ്പോലെ ഒരിക്കലും
ഇപ്പോൾ അടി നിലവിൽ രണ്ട് മൂന്ന് കഴപ്പ് നിലവിൽ വന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ എന്ന് 15 പേരാവുന്നോ അന്ന് നമ്മൾ അത് എന്താണുള്ള കാര്യം ചോദിക്കും. അല്ലാണ്ട് ഇപ്പോൾ എന്നെ വന്ന് ആരെങ്കിലും നീ അടിച്ചാലും ഞാൻ പറയുകയാണ് 15 പേരാണ്ട് നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ പറ്റാ? ഇല്ലല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എടുത്തിട്ടും കാര്യമില്ല. വാർ സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ 15 രൂപ വേണം. അല്ലാത്ത സിറ്റുവേഷൻ അറിയാലോ, ലൂപ്പായിട്ട് വീണ്ടും 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 പോണേണ്ടി മെമ്പേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും എടുക്കാൻ പോകണ്ട. അതുകൊണ്ട് ലോറും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ. പിന്നെ ദാമു നിന്റെ മറ്റേ പുറത്തുള്ള സംഭവം ഇടണ്ടേ? ഇതാക്കിട്ടുണ്ട്. ചന്ദ്ര ഒരു കാര്യം ചെയ്ത് ഇതിലിട്, കാലത്തിലിട്. മീറ്റിംഗ് ഒക്കെ എവിടെയായിരുന്നു സുനിമോനെ? റേഡിയോ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പഴാ മിണ്ടിയെന്നേ ഉള്ളൂ. കേക്കണുണ്ടല്ലോ? ഇല്ല, ഞാൻ നിന്നെ കണ്ടില്ലല്ലോ. പറഞ്ഞ എന്തൊക്കെയാ ഞാൻ പറഞ്ഞേ? ഡ്രസ്സാട്ടം വരുന്ന നമ്മുടെ കൂട്ടത്തില് എന്ന് 15 പേരാകുമോ അതാണ് ലാസ്റ്റ് പറഞ്ഞത്. അതിനു മുമ്പ് പറഞ്ഞത് അല്ല സോനെ, ഒറ്റ ചോദ്യം. രണ്ടാമത് നക്കി കയറിയത് എന്റെ പേര് പറ. നക്കി കയറിയത് ആരെന്ന് പറഞ്ഞത്? എന്റെ പേര് പറ. കെവിനാണോ? എടാ ബാഡ്ജിട്ടാ അല്ല നമ്മള് സിറ്റിയില് ചിലവർ നെഞ്ചിലിപ്പൊ ഇടി വീണാണ് കേട്ടാ. 2-3 ഇരിക്കണ തന്നെ ചത്ത് വീണാണ്. അതന്നെ. അപ്പൊ എടാ അപ്പൊ പിന്നെ അല്ല ചന്ദ്ര, ഇവിടെ റോൾ ഇല്ലാത്തവർക്ക് ദൈവത്തെ ഇപ്പൊ വിളിച്ച റോൾ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുവോ? സെറ്റ് കൊടുക്കാം. പിന്നെ വേറെ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സരക്കായാലും ബാബു ആയാലും വാസു അണ്ണായാലും കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് പുറത്തുണ്ടായതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് ഇത് എടുത്തേക്കണേ. എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ച് മനസ്സിലായില്ലേ? മീൻസ് ഇത് ഗെയിമിന്റെ അല്ലാതെ വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലാരും അതിന്റെ ഒരു ഇതിലാണ്. അപ്പൊ എല്ലാരും വരും, ഉറപ്പായിട്ടും ഒരു കുറച്ച് സമയത്തിനകത്ത് എല്ലാരും സെറ്റായിട്ട് വരും. ആൻഡ് അതുവരെ എന്നല്ല, എല്ലാരും അതിനനുസരിച്ചിട്ട് വേണം സിറ്റിയിൽ നിൽക്കാനും എടുക്കാനും ഒക്കെ. ഓക്കെ, ശരി, താങ്ക്സ്. രായന്റെ ബാക്കി രായം പറയും. എന്തായാലും അവര് വരുന്നവരെ, ഇപ്പം അണ്ണനും പിന്നെ സർക്കണ്ണും ഒക്കെ വരുന്നവരെ എന്തായാലും നമ്മളായിരിക്കും നോക്കുന്നത്. എല്ലാരും പറയണൊക്കെ കേൾക്കും. വേറെ സീനൊന്നും ഇപ്പൊ ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിവതും നമ്മൾ ഈ മറ്റേ ജയിലിൽ പോണ പരിപാടി, ജയിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ പരിപാടി കഴിവതും മേടിക്കാതിരിക്കുക. കാരണം ഇതിനു മുമ്പ് നമ്മൾ കുറെ മേടിച്ചു. ബന്ന് അപ്പം അത് മാക്സിമം ഇപ്പൊ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോ കണ്ട ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിക്ക് അങ്ങ് ട്രിഗർ ആക്കുന്നുണ്ട്. പല ഏരിയയിൽ ഇരുന്നിട്ട് നമ്മള് മനസ്സിൽ വിചാരിക്കുക, നമ്മളാ ലൈക്ക് സ്പീഡായിരുന്നാലും കുറച്ചുപേരൊക്കെ ഉണ്ട് പെട്ടെന്ന് ട്രിഗർ ആവുന്നവര്. അവന്മാരെ ടാർഗറ്റ് ചെയ്ത് വരും. മനസ്സിലായി? സത്യം പറഞ്ഞാൽ നമ്മളവിടെ ട്രിഗർ ആയി കഴിഞ്ഞാൽ തീർന്നു. മനസ്സിലായി? അവന്മാര് അതിനാണ് വരുന്നത്. അപ്പൊ നമ്മളവരെ ഊക്കി നിക്കുക. ഇത്രേ ഉള്ളൂ. മനസ്സിലായി? ഇത്ര ചിന്തിച്ചാൽ മതി. നമ്മളെ ട്രിഗർ ആക്കാനാണ് ഏറ്റവും കൂടുതൽ നോക്കണം. അതായത് ഇപ്പൊ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും സിറ്റുവേഷന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം നമ്മളെ ട്രിഗർ ആക്കി നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും പറയിപ്പിച്ച് പുറത്തിരുത്താൻ നോക്കുന്നവരാണ് ഇതിലെ 80% ആൾക്കാർ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ അത് മാത്രം മനസ്സിലുണ്ടായിരുന്ന മാത്രം വേറെ ഒന്നും വേണ്ട. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കണ്ണാപ്പേനെ കുറിച്ച് ബാക്കി സംസാരിക്കും. അതായത് ഞാൻ എല്ലാവർക്കും എന്നെ എല്ലാത്തിനും പണി കൊടുക്കുമെന്ന് പറഞ്ഞ് വന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആള് പോവും. കണ്ണാടി പറയാടി സംസാരിക്കും. എന്താ ഇന്ന് ടിപ്പ് പറ. ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രു, നമ്മള് ഈ സേഫ് സോണി മിനിഞ്ഞാന്ന് വെടി വെച്ചായിരുന്നു. നമ്മള് ഈ പുലിക്കണ്ണ ചാർലി അടിച്ചു സേഫ് സോണിയെ കൊന്നായിരുന്നു. അത് അത് ചെയ്തവന്മാർ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ കൺമുമ്പിലാണ് അമ്പൂനെ അടിച്ചിട്ട്. ഞാൻ ഒരു അക്ഷരം ചെയ്യാൻ പോയില്ല. ഞാൻ കണ്ടോണ്ടിരുന്നത്. ഞാൻ ഒരു അക്ഷരം ചെയ്യാൻ പോയില്ല. തോക്കം പിടിച്ചത് അതുപോലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഭാരം മേടിക്കാതിരിക്കാം. അതുകൊണ്ട് അമ്പത്തൂരത്ത് മീറ്റിങ്ങിന് വരാൻ പറ്റിയിട്ടില്ല. ഭാരാണ്. ചന്ദ്രൻ മനസ്സിലായല്ലേ? അമ്പത്തൂരത്ത്
എല്ലാ സിറ്റിയിലും എല്ലാ പരിപാടിയും കാണാം. അമ്പത്തൂർ ഇന്നെന്ത് വരാത്തത് മനസ്സിലായില്ലേ? ഇന്നലെ ചാർലിയെ പോയി ചൊറിഞ്ഞ് മറ്റേ സണ്ണെന്നോ എന്തൊക്കെ വിളിച്ച് പിന്നെ 10-20 ദിവസം അമ്പത്തൂരില്ല. അവന്റെ അടുത്ത് 100 വട്ടം പറ അമ്പത്തൂര്. അവന്റെ അടുത്ത് സംസാരിക്കരുത്. ഞാൻ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് ഞാൻ തോക്കം പിടിച്ചങ്ങ് മാറിയിന്ന്. ഏതവസരത്തിൽ എനിക്കൊരു വെടി വരുന്നതെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ തോക്കം പിടിച്ച് മാറിയിന്ന്. അങ്ങനെ അമ്പത്തൂര് വിടവാക്കി. പിന്നെ കൂടെ അടിച്ച മൈൽസിനും വന്നിട്ടുണ്ട്. മൈൽസ് എപ്പോഴാ മൈൽസും പോകുന്നതെന്ന് അറിഞ്ഞൂടാ. കൂളെല്ലാം വരും. അവര് കൂളാക്കി തരും അഡ്മിൻസ്. അതിന് മാക്സിമം അവര് നമ്മള് ട്രിഗർ ചെയ്യാൻ നോക്കും. നമ്മള് ട്രിഗർ ആവാതെ മാക്സിമം നോക്കും. എന്നെ പോലെ ഞാൻ ഇന്നലെ പിടിച്ചു തന്നോ. കൂടുള്ള മറ്റേ മണ്ണി പൂത്തി കിടന്നിട്ട് പോലെ ഞാൻ ഒരു അക്ഷരം മിണ്ടാനോ ചോദിക്കാനോ ഒന്നും പോയില്ല. പിന്നെ ഇതൊക്കെ തന്നെ എന്തിനും അങ്ങനെ നമ്മള് ട്രിഗർ ആവാൻ നോക്കിയാൽ മതി. ചന്ദ്രനാണ് സത്യം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയാവാൻ തീരുമാനിച്ചു. കാരണം ഞാൻ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് എന്റെ ഒരു 3-4 ദിവസം എന്റെ എടാ 3-4 ദിവസം മുന്നേ ഞാൻ തന്നെ മാതൃകയാവുന്ന ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഏവർക്കും സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും. അതുപോലെ നിൽക്കുക. ആരെയും അതിനെ കടന്ന് സ്നേഹിക്കണം. അതന്നെ സിനിമ അതന്നെ നമ്മള് നിന്ന് കേൾക്കേണ്ട സ്ഥലത്ത് നിന്ന് കേൾക്കണം. അല്ലെങ്കിൽ നമ്മളും കൂടി കൂടെ പോയിരിക്കേണ്ടി വരും. അവന്മാർക്ക് ഒന്നും നഷ്ടപ്പെടാല്ല, നമുക്ക് നഷ്ടപ്പെടാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് മറക്കാതിരിക്കുക. എല്ലാം ഒരു പുഞ്ചിരിയുടെ കൂടെ സ്വീകരിക്കാനുള്ള മനസ്സുകൂടി വേണം. നമ്മള് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ മാത്രമല്ല, നമ്മള് കുറച്ച് സ്ഥലങ്ങളിൽ നമ്മൾ ബുദ്ധിയോടെ ചിന്തിക്കണം എന്നതിനുള്ള ഉദാഹരണമാണ് ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത്. ഓക്കെ ശരി. അതുമല്ല ചന്ദ്രു, ഇപ്പൊ ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ ഇപ്പൊ സിറ്റി ചീത്ത വിളിച്ച് സ്പോട്ടി ടാബ് അടിച്ചിട്ട് ലൈവിൽ ചീത്ത വിളിച്ചോ. എന്തൊക്കെ എന്ത് ആ പ്രശ്നം തീർന്ന് വേണം. അത് വെട്ടി ഷോർട്സ് ആക്കാം. രണ്ടുപേരും കൈ പൊക്കിട്ട് വേണം വിളിക്കാൻ. കൈരട്ടിങ്ങനെ ക്യാമിലിങ്ങനെ വെച്ചിട്ട് വേണം വിളിക്കാൻ. അപ്പൊ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ദാമുവിന്റെ കാര്യം, ദേമു ബോബ്സ് ഇവിടെ ഉണ്ടാവും. ദേമു ബോബ്സ് ഇന്ന് വന്ന പോലെ എല്ലാ ദിവസം പറഞ്ഞു റോള് അവിടെ എന്തെങ്കിലും ഇത് തന്നാലേ റോള് കൊടുക്കണം തോന്നുന്നു. ഓക്കെ ഇല്ലടാ കുഴപ്പമില്ല. അത് നോക്കിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂടാ പറയാൻ. അപ്പൊ ഇന്ന് ഇത്രയും പേരെ ഇത്ര പേരെ ഉള്ളൂ. എനിക്കത് കുഴപ്പമില്ല. എന്തായാലും ഇന്ന് വരാത്തവന്മാർക്കുള്ളത് ഞാൻ ചായയും പരിപ്പോടയും കറക്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കും. അതിലൊരു വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഇല്ലാത്ത സമയത്ത് ഉള്ളവരൊക്കെ ആയിരിക്കും പ്രയോറിറ്റി കൂടുതൽ. ഇനിയിപ്പോ വരുന്ന എന്തൊരു അടിക്കായിരുന്നാലും എന്ത് പ്രശ്നം വന്നാല് ഈ 15 പേര് തികഞ്ഞതിന് ശേഷം 16ാമത്തവന് പ്രയോറിറ്റി കാണൂലെന്നല്ല. അതല്ലല്ല ഞാൻ പറയാം. ഇനി എത്ര അടിക്കറിയാന്നുള്ളതല്ല, ഈ സിറ്റിയിൽ ആക്റ്റീവ് അനുസരിച്ചിട്ടാണ് ഇനി കളിക്കാൻ കേൾക്കണം. ഇനി ഹയറാർക്കി ആയാലും എല്ലാ ഇതിന്റെ ഇതിലായിരിക്കും. ഒരു സെക്കൻഡ് എടാ അപ്പൊ ഇത്രേ പറയാനുള്ളൂ. ഇതാണ് ഏതായിരുന്നു കാര്യം. പിന്നെ അപ്പൊ ബാക്കി എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ.